കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അതിശക്തമായി തന്നെ തിരിച്ചു, ഒരു സംശയം. ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണെന്നുള്ളത് ആർക്കൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ സിദ്ധാന്തമല്ല ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടി സിദ്ധാന്തം. പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് ഒരു കൂട്ടുക. 7 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടി, ചികിത്സാ പദ്ധതികളെല്ലാം താളം തെറ്റി, സർക്കാർ കൊണ്ടുവന്ന മെഡിസിപ്പ് പദ്ധതി അതിനേക്കാൾ അവതാളത്തിലായിരിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഭീകരമാണ്, സിവിൽ സപ്ലൈസ് പോലും കടക്കണില്ല, അവിടുത്തെ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയേണ്ട ഒരു സത്യാഗ്രഹം, അരി കൊടുക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര ഏജൻസികളെല്ലാം ഏറ്റവും നല്ല ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് പിണറായി വിജയനായിട്ട്. CPMും BJPയും തമ്മിലുള്ള അന്തർധാര ചെറുതല്ല. സുരേന്ദ്രൻ്റെ കുഴപ്പണ കേസ് വലിയ വിവാദമായിട്ടുള്ള, എവിടെ പോയി ആ കേസ്? SNC ലാവലിൽ എത്രാമത്തെ തവണയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും തവണ മാറ്റിവെച്ചൊരു കേസുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ജോലി എടുത്തില്ലെങ്കിൽ എന്ത് വേണം? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി എടുക്കണം. നിങ്ങളെപ്പോൾ ഒരാൾ പ്രകോപനമൊന്നുമില്ലാതെ വെറുതെ പോയി തല്ലാച്ച നിങ്ങൾ നോക്കിയിരിക്കാൻ പറ്റുമോ? അടിപിടി കൂടിയ കേസുണ്ടാവുന്ന കരുതി തല്ലായിരിക്കുമോ? 200 എന്നുള്ള നമ്പർ BJPക്ക് തേക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ സീറ്റ് 2 ഇരട്ടിയാണ്. കോൺഗ്രസും സഖ്യകക്ഷികളും കൂടി ചേർന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, ഒരു സംശയം എനിക്കില്ല. പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. അതായത് കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയിട്ടുള്ള ഒരാളാണ് താങ്കളുടെ ഇത്തവണത്തെ പ്രതീക്ഷ എന്താണ്? പാലക്കാട് UDF വിജയം ആവർത്തിക്കും, 100% ഉറപ്പാണ്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധവും വെച്ച് പറയാം, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണ്. പാലക്കാട് ലോക്സഭ UDF വിജയം ആവർത്തിക്കും, നല്ല ഭൂരിപക്ഷം തന്നെ വിജയിക്കും. കഴിഞ്ഞ തവണ താങ്കൾ വിജയിച്ചെങ്കിലും പിന്നീട് ഇവിടെ നടന്ന നിയമസഭാ ഇലക്ഷനിൽ 2 സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം നിയമസഭാ മണ്ഡലങ്ങൾ 2 സീറ്റ് ഒഴികെ എല്ലാം വലിയ ഭൂരിപക്ഷത്തിന് CPM ഇടതുപക്ഷം വിജയിക്കുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിൽ ഇവിടെ എങ്ങനെ ആ അട്ടിമറി വീണ്ടും നടത്തുമെന്നാണ്? ലോക്സഭയിലേക്ക് ഉള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ, സ്റ്റേറ്റ് നിയമസഭയിലേക്കുള്ള വോട്ടിംഗ് പാറ്റേൺ രണ്ടും രണ്ടായിട്ടാണ് കേരളത്തിൽ പ്രതിഫലിക്കുക. ഇന്നിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാജ്യം നിലനിൽക്കണോ, രാജ്യത്തിൻ്റെ പഴയ ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ വീണ്ടെടുക്കണോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഫാസിസ്റ്റ് ഭീകരത ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം ചൊൽപ്പടിക്ക് വിധേയമാക്കുന്ന ഒരു ഏകാധിപത്യ പ്രവണത അതിശക്തമായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഒരൈക്യമാണ്. ആ ഐക്യത്തിന് വിഘാതം നിൽക്കുന്നത് ഭരണകൂടമാണ്. കഴിഞ്ഞ 10 വർഷമായി BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം രാജ്യത്തെ എല്ലാ അധികാരങ്ങളും എല്ലാം കേന്ദ്രീകരിക്കുകയാണ്. നമ്മുടെ പല വിഭാഗങ്ങളായി ജനങ്ങളെ വേർതിരിക്കുകയാണ്. ഇപ്പോൾ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് BJP രാജ്യം മുഴുവൻ വിത്തായി പാകുന്നത്. ഐക്യത്തിൻ്റെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമുക്കറിയാം. അനവധി നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒറ്റക്കെട്ടായി നിന്ന ആ ഐക്യമാണ് രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ സ്ഥാനം വഹിച്ചെങ്കിൽ ഇന്ന് ആ ഐക്യം വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഇപ്പോൾ രാജ്യം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ, രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ, മതേതര സംവിധാനം ഭരണഘടനയിൽ നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഭരണത്തെ താഴെ ഇറക്കി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും മതേതര വിശ്വാസികളായിട്ടുള്ള ഇന്ത്യക്കാർ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായിട്ട് നിൽക്കുമെന്നുള്ള രാഷ്ട്രീയമായ അനുകൂല ഘടകമാണ് ഒന്നാമത്തെ. 2, കേരളത്തിലെ നിങ്ങൾക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ജനവികാരം. അന്നത്തെ പാർലമെൻറ്റ് ഇലക്ഷനും പിന്നീട് വന്ന അസംബ്ലിയും രണ്ട് രീതിയിലാണ് ജനങ്ങൾ കണ്ട്. കോവിഡിന് ശേഷമുള്ളൊരു ഇലക്ഷൻ എല്ലാവരും സർക്കാരിൽ അഭയം പ്രാപിച്ചൊരു കാലഘട്ടമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും ആ കോവിഡിൻ്റെ സാഹചര്യങ്ങൾ കൃത്യമായി മുതലെടുത്ത് രാഷ്ട്രീയമായിട്ട് മേൽക്കൈ LDF നേടി. പക്ഷേ ആ മേൽക്കൈ അവർക്ക് പിന്നീട് നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇന്ന് കേരളം ഇടതുപക്ഷത്തു നിന്നും CPIMൽ നിന്നും ഒരു മുക്തി നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായ നല്ല ഒരു ട്രെൻഡ് ഉണ്ടാവും. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ പത്മജ വേണുഗോപാലും പോയിരിക്കുന്നു.
ഈ സന്ദർഭത്തിൽ BJP ശക്തമായി വരുന്ന ഒരു സമയത്ത് മോദി തന്നെ പറഞ്ഞു 2 അക്കം ഇവിടെ പൂർത്തീകരിക്കും, നേടിയെടുക്കുമെന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ പഴയ ആത്മവിശ്വാസം അതേപടി ഉണ്ടോ? എന്താ സംശയം? അതായത് സ്ഥാനം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അസ്വസ്ഥരായവർ കോൺഗ്രസ് വിടുക എന്ന് മാത്രമല്ല അതിനെ കാണുന്നത്. ഒരുപാട് അധികാരങ്ങളും സ്ഥാനങ്ങളും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആവോളം ലഭിക്കുകയും അത് ആസ്വദിക്കുകയൊക്കെ ചെയ്തവരാ ഏതാനും ചില വ്യക്തികൾ വീണ്ടും അധികാരത്തിൽ തുടരാൻ വേണ്ടി BJPയിലേക്ക് പോകും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാർ BJP പോയിട്ടുണ്ട്. ഇന്ന് BJPയിലെ പല നേതാക്കളും പഴയ കോൺഗ്രസ് നേതാക്കന്മാർ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥിതി എന്താ? പല നേതാക്കളും കോൺഗ്രസ് പാർട്ടി നേതാക്കളല്ല, പല പ്രവർത്തകരും നേതാക്കളും പഴയകാല കോൺഗ്രസ്സുകാരാണ്. അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയത്. പല കാലഘട്ടത്തിലും കോൺഗ്രസിൽ നിന്നും പല പിളർപ്പുണ്ടായിട്ടുണ്ട്. പിളർന്ന സാഹചര്യത്തിൽ പുതിയ പാർട്ടികളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പാർട്ടി. സ്വാഭാവികമായിട്ടും വളരെ സുതാര്യമായ വിശാലമായ ജനാധിപത്യ പ്രക്രിയ ഉള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നിലപാട് സ്വതന്ത്രമായിട്ട് എടുക്കാനുള്ള അധികാരമുണ്ട്. മറ്റു പാർട്ടികൾ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇത് വിമർശിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നത് CPIM ആണ്. ഞങ്ങളുടെയൊക്കെ ആയിരക്കണക്കിന് MLAമാരെയും നൂറുകണക്കിന് MP മാരെയും ഒരുപാട് കേന്ദ്രമന്ത്രിമാരെ സൃഷ്ടിച്ച പാർട്ടി എന്നുള്ള പാരമ്പര്യമുണ്ട്. CPM ഇതിനെയൊക്കെ വലിയ തോതിൽ വിമർശിക്കുന്നത് കാണുമ്പോൾ അവരോടൊരു സത്യത്തിൽ അവരുടെ ഒരു പ്രവർത്തനത്തെ കാണുമ്പോൾ അത് അവരോടൊരു പുച്ഛം തോന്നും. കാരണം 35 വർഷം ഭരിച്ച ബംഗാളിൽ ആ പാർട്ടിയെ നയിക്കാൻ ഇന്നൊരു MLA പോലും ഇല്ല. എവിടേക്കാണ് എല്ലാവരും പോയത്? ഭൂരിപക്ഷം പേരും പോയത് BJPയിലേക്ക്. ഒരു സ്റ്റേറ്റിലെ മുഴുവൻ അടിച്ചു തുടച്ച് BJP കൊണ്ടുപോയി. ഒരു കാലത്തും ഭരണത്തിൽ പോയിട്ട് പ്രതിപക്ഷത്ത് പോലും വരാൻ ഒരാളെ പോലും MLA ആക്കാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥ. ബംഗാളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് കേരളത്തിലെ CPMന് കണ്ണടച്ചിട്ടാക്കാൻ പറ്റുമോ? രണ്ടാമത് 28 വർഷം ഭരിച്ച ത്രിപുര, അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാൻ ആളെ കിട്ടാനില്ല. പാർട്ടി ഓഫീസുകളെല്ലാം അടച്ചുപൂട്ടിയെന്ന് മാത്രമല്ല, അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് CPIM എന്ന് എഴുതി വെച്ച പാർട്ടി ഓഫീസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ബോർഡ് എഴുതി വെച്ച ത്രിപുരയിലെ എല്ലാ CPMൻ്റെ ഓഫീസുകളും അത് മായ്ച്ച് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ബോർഡ് വെച്ചു. പാർട്ടിയിലെ ആൾ മാത്രമല്ല, പാർട്ടിയുടെ കെട്ടിടങ്ങൾ മാത്രമല്ല, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവൻ BJP കൊണ്ടുപോയി. ഇങ്ങനെ അടിച്ചു തുടച്ച് ത്രിപുരയിൽ പോയി. ഇനി പോകാനാകെ ബാക്കിയുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റ് ഉണ്ടായിട്ട് കോൺഗ്രസിൽ നിന്നും ആൾ പലപ്പോഴും പോയി, നേതാക്കന്മാർ പോയി. അവരുടെ കൂടെയൊക്കെ എത്ര അണികൾ പോയിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം. പോയ നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുക്കുക. അവർ എത്ര പേരെ അനുഭാവികളെ കോൺഗ്രസ് പ്രവർത്തകരെ അവരോടൊപ്പം കൊണ്ടുപോയിട്ടുണ്ട്. ഒറ്റയ്ക്കും തറ്റയ്ക്കും അധികാരത്തിന് വേണ്ടി പോയി ചേർന്നിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റേറ്റിൽ വല്ലതും സംഭവിച്ചോ? ഇനി പോട്ടെ, കോൺഗ്രസ് 25 കൊല്ലമായിട്ട് തുടച്ചു നീക്കപ്പെട്ട ആന്ധ്രാപ്രദേശ്, അതിൻ്റെ ഭാഗമായ തെലങ്കാന, എങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വന്നത്? അപ്പോൾ രാജ്യത്തെ മണ്ണിൻ്റെ ഭാഗമായി, ചരിത്രത്തിൻ്റെ ഭാഗമായി കിടക്കുന്ന നല്ല വിത്താണ് കോൺഗ്രസ്. അതേത് സമയത്തും ഒരു ചെറിയൊരു മഴ ഉണ്ടായാൽ മുളച്ചു പോകുന്നു. കോൺഗ്രസിനെ തകർക്കാൻ ആർക്കും പറ്റില്ല. ഏതാനും നേതാക്കന്മാർ പോയാൽ കോൺഗ്രസ് ദുർബലമാകുമെന്നുള്ള വിശ്വാസമില്ല. കോൺഗ്രസിന് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയത്തിൽ നിന്നും കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. ജനാധിപത്യത്തിൽ എന്നും ജയിക്കുന്നത് ശരിയല്ല. തോൽക്കണം, ജയിക്കണം, ഭരണകക്ഷിയാണ്, പ്രതിപക്ഷമാകണം. അതാണ് സുതാര്യമായ ജനാധിപത്യം. ആ ജനാധിപത്യ പ്രക്രിയയെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു. അത് അട്ടിമറിക്കുന്നതിനെതിരായിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധമുള്ളത്. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ തന്നെയും തെലങ്കാന മാത്രമേ കേരള കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ. കൈവശമുണ്ടായിരുന്ന മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും പോയി. മധ്യപ്രദേശ് മുമ്പ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട് പ്രാവശ്യം കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും അതും പോയി. ഛത്തീസ്ഗഡ് പോയി, രാജസ്ഥാൻ പോയി. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നിങ്ങൾ നോക്കണം, 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചതാണ്. ഒരുപാട് ജനപ്രിയ പദ്ധതികൾ ഗവൺമെൻറ് അവിടെ കൊണ്ടുവന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഏറ്റവും നല്ല സപ്പോർട്ടോടു കൂടി എല്ലാം വിലയ്ക്ക് വാങ്ങുന്നൊരു കാഴ്ചയുണ്ട്. അതൊരു താൽക്കാലിക പ്രതിഭാസം.
ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് തന്നെയാണ് ആത്യന്തികമായ വിജയം ഉണ്ടാകുക. അതിന് ഏതെങ്കിലും ഇപ്പോൾ മധ്യപ്രദേശിലെ ഇലക്ഷൻ അട്ടിമറിച്ചതാണ്. ജനവിധി എതിരായിട്ട് പോലും കേന്ദ്രത്തിലെ അധികാരം വിനിയോഗിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ആ ഭരണം തിരിച്ചു പിടിക്കുകയായിരുന്നു നഷ്ടപ്പെട്ടത്. അതൊരു ജനാധിപത്യ രീതിയിലായിരുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് സുതാര്യമായി നടന്നാൽ, ഈ അട്ടിമറി പ്രവർത്തനം നടത്താതിരുന്നാൽ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വികാരവും അനുകൂലമായ വികാരം ഉണ്ടാവും. അപ്പോൾ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയുന്നുള്ളതാണ്. 10 വർഷം നഷ്ടപ്പെട്ട കർണാടക, അവിടെ കോൺഗ്രസ് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ എഴുതി തള്ളാൻ ഒരിക്കലും കോൺഗ്രസ്സിന് കഴിയില്ല. എത്ര നേതാക്കന്മാർ പോയാലും അണികളും അനുഭാവികളും ഇന്നും കോൺഗ്രസ്സിനോടൊപ്പം ഉണ്ട്. 2, BJP നേരിടാൻ ഇന്ത്യയിൽ വേറെ ഏത് പാർട്ടിയാണ്? എല്ലാ സ്റ്റേറ്റിലുള്ളൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. എവിടെയാണ് കേരളം വിട്ട് കഴിഞ്ഞാൽ BJP വിരുദ്ധത CPM-നുള്ളത്? കോൺഗ്രസിൻ്റെ കൊടയ്ക്ക് ചൂട്ടിൽ നിൽക്കുക അല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് എവിടെ നിൽക്കാൻ പറ്റും? ഒരു ഇലക്ഷന് മത്സരിക്കാൻ പറ്റില്ല. ബംഗാളിൽ പോലും അവിടെ തിരഞ്ഞെടുപ്പ് നിൽക്കണമെങ്കിൽ കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കണം CPM-നെ. ആ ദയനീയ അവസ്ഥ CPM-നുണ്ട്. കോൺഗ്രസ്സിന് ഒരിക്കലും ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇത് ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിയോ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അതിശക്തമായി തന്നെ തിരിച്ചു വരും, ഒരു സംശയമില്ല. ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നോക്കുമ്പോൾ ഇപ്പം 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വന്നു. ഒന്ന് കൃഷ്ണദാസ് BJP, മറ്റേത് കൃഷ്ണകുമാർ BJP വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിജയരാഘവൻ വന്നു. അപ്പം കഴിഞ്ഞ 24 വർഷം മുമ്പ് വരെ ഇവിടെ CPM-ൻ്റെ കുത്തക സീറ്റ് താങ്കൾ പിടിച്ചെടുത്ത് 11,000 വോട്ടിൻ്റെ 12,000 വോട്ടിന് താഴെയാണ്. ഇത്തവണ അത് സാധ്യമാവുന്നത് എങ്ങനെയാണ്? വലിയ ശക്തിയുള്ള 2 സ്ഥാനാർത്ഥികളല്ലേ വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ ആരെയും നമ്മൾ കുറച്ച് കാണുന്നില്ല. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുന്നണികളുടെ പ്രതിനിധികളാണ്. അപ്പോൾ പാലക്കാട് നിന്നും ഒരു സ്ഥാനാർത്ഥിയെ LDF-നും CPM-നും അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷക്കാലം പാർലമെൻ്ററി സംവിധാനത്തിൽ നിന്നിട്ടുള്ള ഒരാളാണ് വീണ്ടും ഇവിടെ ഇലക്ഷന് സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. വളരെ ഉയർന്ന സ്ഥാനം പാർട്ടിയിൽ വഹിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിനെയൊന്നും നിസ്സാരമായിട്ട് കാണുന്നില്ല. ഇവിടെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല. പിന്നെ BJP-യുടെ കാര്യം പറഞ്ഞാൽ BJP ഈ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അവരെല്ലാ ഇലക്ഷനും അക്കൗണ്ട് തുറക്കാറുണ്ട്. കേന്ദ്രത്തിൽ നിന്നും BJP-യുടെ ഒരുപാട് ഫണ്ട് വരും. അപ്പോൾ അതിനു വേണ്ടി തുറക്കുന്ന അക്കൗണ്ട് അല്ലാതെ ജനങ്ങൾ അവരെ അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ സമ്മതിക്കുന്നുള്ള ഒരു സാഹചര്യം ഇല്ല. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ എത്രയും ജനദ്രോഹം നടപ്പിലാക്കിയിട്ട് ഗ്യാസ്, പെട്രോൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതിൻ്റെയൊക്കെ പ്രധാന ഉത്തരവാദി കേന്ദ്ര. ആ കേന്ദ്രത്തിന് വോട്ട് ചെയ്യാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലുള്ളവരും പ്രത്യേകിച്ച് പാലക്കാട്ടുള്ളവരും. അതുകൊണ്ട് 2 മുന്നണികൾ പിന്നെ UDF-ഉം LDF-ഉം യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ UDF-ന് അനുകൂലമായ സാഹചര്യം പാലക്കാടുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23 വർഷം കഴിഞ്ഞതിന് ശേഷം ആണ് UDF-ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം ലഭിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് LDF-ൻ്റെ MP-മാർ ജനങ്ങളോട് യാതൊരു അടുപ്പമില്ലാതെ പ്രവർത്തിച്ചവരാണ്. ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ മുൻകൈ എടുക്കാത്തവരാണ്. അപ്പോൾ അത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്തവരാണ്. അതിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ്. അവരെയൊന്നും കാണുകയോ അവരുടെ ആവശ്യങ്ങളോ കാര്യങ്ങളോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുക CPM-ൻ്റെ ഒരു ശൈലിയല്ല. അപ്പോൾ അവരുടെ അഹങ്കാരത്തിനും ഒരു ഏകാധിപത്യ ശൈലിക്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വലിയ തിരിച്ചടിയുണ്ടായി. പിന്നെ എൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് 11,000 1000 ആയാലും ഇലക്ഷന് ഭൂരിപക്ഷമാണ്. ഇതിന് തൊട്ട് മുമ്പ് 1,05,000 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി ജയിച്ചത് പാലക്കാട്. 1,05,000 വോട്ട് 1,05,000 വോട്ടിന് മറികടന്നാണ് 11,637 പേര്. അപ്പോൾ എത്ര വ്യത്യാസം? അപ്പോൾ ആ വിജയം ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞ് ചെറുതായി കാണണ്ട. അതിൻ്റെ തൊട്ട് മുമ്പ് LDF ജയിച്ച എത്ര വോട്ടിന് അറിയും? വെറും 4,000 വോട്ടുണ്ട്. തൊട്ട് മുമ്പ് ആദ്യത്തെ പ്രാവശ്യം MP ഇലക്ഷൻ 4,000 വോട്ടുണ്ട് ജയിച്ച്, പിന്നെ 1,05,000 ആയി, പിന്നെ 11,000 വോട്ടിന് തോൽക്കുകയാണ്. താങ്കൾ ഏതൊക്കെ മണ്ഡലങ്ങൾ? ഇവിടെ 7 മണ്ഡലങ്ങളാണുള്ളത്. ഇവിടെ മണ്ണാർക്കാടും പാലക്കാടുമാണല്ലോ നമുക്ക് ഭൂരിപക്ഷം എന്ന് ഉറപ്പിച്ച് പറയാവുന്ന.
കഴിഞ്ഞ തവണ 3 സ്റ്റേറ്റ് 3 നിയോജകമണ്ഡലം. ഇത്തവണ ഏതൊക്കെ നിയോജക മണ്ഡലത്തിൽ താങ്കൾ കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? പാലക്കാട് എല്ലാ മണ്ഡലത്തിലും UDF അനുകൂലമായിട്ടൊരു സാഹചര്യം. എത്ര ഭൂരിപക്ഷം നമുക്ക് പറയാൻ പറ്റില്ല, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. താങ്കളെ കുറിച്ചിട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, താങ്കൾ ഈ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള വലിയ പ്രചരണമാണ്. അത് കറക്റ്റാണ്. എന്താണ് എനിക്ക് പറയാം? ഞാൻ നേരെ നോക്കിയിട്ടുള്ളൂ, ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എൻ്റെ മണ്ഡലത്തിനെ കാണുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മറ്റു പല ആളുകളും മറ്റ് സ്റ്റേറ്റിലും മറ്റു പല പരിപാടികളായിട്ടൊക്കെ പോകുമ്പോൾ, മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ മണ്ഡലം നിന്ന് വിട്ടിട്ട് എവിടെയും പോയിട്ടില്ല. ഈ മണ്ഡലത്തിൽ തന്നെ നോക്കിയിരുന്നിട്ടുള്ളൂ, ഈ മണ്ഡലത്തെ ജനങ്ങളെ മാത്രം നോക്കിയിരുന്നിട്ടുള്ളൂ. താങ്കൾ ഈ 5 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിന് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ? ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ വിശദമായി പറയാൻ സമയപരിമിതിയുണ്ട്. 5 വർഷത്തെ നേട്ടമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവന്നു. ഒന്ന്, റെയിൽവേയുടെ കാര്യത്തിൽ പാലക്കാട് പിറ്റ് ലൈൻ റെയിൽവേ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു പദ്ധതിയാണ്. അതായത് ലോങ് റണ്ണിങ് ട്രെയിനുകൾ, ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകൾ അറ്റകുറ്റപ്പണി നടത്താനുള്ളൊരു പ്രധാന സർവീസ് സ്റ്റേഷൻ, അതാണ് പിറ്റ് ലൈൻ പാലക്കാട് പിറ്റ് ലൈന് 46 കോടി രൂപ അനുവദിച്ചു. അതിപ്പോൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തപ്പോൾ 61 കോടി രൂപയായി. കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തെ പിറ്റ് ലൈനുള്ളൂ. ഇന്ത്യയിൽ ഒരു റെയിൽവേ ഹെഡ് ക്വാർട്ടറിലും പിറ്റ് ലൈൻ എല്ലായിടത്തും ഉണ്ട്, പാലക്കാട് ഒഴിച്ച്. പാലക്കാട് മാത്രമാണ് ഈ ഒരു അറ്റകുറ്റപ്പണിക്ക് ഉള്ള സർവീസ് സെൻ്ററായിട്ടുള്ള പിറ്റ് ലൈൻ ഇല്ലാതിരുന്നത്. അതിൻ്റെ അർത്ഥം പുതിയ ട്രെയിൻ തുടങ്ങാനോ ദീർഘദൂര ട്രെയിനുകൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ കേരളത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് പാലക്കാട് ഉത്തരേന്ത്യയിൽ നിന്ന്. അപ്പോൾ ധാരാളം ട്രെയിനുകൾ സേലത്തും കോയമ്പത്തൂരും ചെന്നൈയിലൊക്കെ യാത്ര അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഭാവിയിൽ ഈ പിറ്റ് ലൈൻ 1 കൊല്ലം കൊണ്ട് പൂർത്തിയാവും. പണി തുടങ്ങി 1 കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയായാൽ കേരളത്തിലേക്ക് ഒരു 1/2 ഡസൻ പുതിയ ട്രെയിനുകൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ റെയിൽവേയുടെ തന്നെ ഒരു ഹബ്ബായി പാലക്കാട് സമീപ ഭാവി മാറും. 2 റെയിൽവേ സ്റ്റേഷനുകൾ ആദർശ് സ്റ്റേഷനുകളായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒറ്റപ്പാലം ഷൊർണൂർ 2 കൂടി 27 കോടിയാണ്. പട്ടാമ്പിയിൽ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉൾപ്പെടെ ധാരാളം പുതിയ സർവീസുകൾ കൊണ്ടുവരാൻ കഴിയും. റെയിൽവേയുടെ കാര്യത്തിൽ അതാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ നാഷണൽ ഹൈവേ, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നത് പാലക്കാട് കോഴിക്കോടാണ്. 10,000 കോടി രൂപയുടെ പ്രോജക്റ്റ്. തുടക്കം മുതൽ അതിലെല്ലാ കാര്യത്തിലും ഇടപെടാൻ, സ്ഥലം ഏറ്റെടുക്കാൻ, നഷ്ടപരിഹാര തുക കൊടുക്കാൻ കൃത്യമായി ലോക്സഭ വരെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി തൊട്ട് ഇവിടുത്തെ താഴത്തെ ഉദ്യോഗസ്ഥന്മാർ വരെ കൃത്യമായി ഇടപെട്ടു. ഇതിലാകെ 121 കിലോമീറ്ററിൽ 61 കിലോമീറ്ററും പാലക്കാടാണ്. പശ്ചിമഘട്ട മലനിരയുടെ താഴ്വരയിലൂടെ പ്രകൃതി മനോഹരമായ ഒരു പാതയാണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു പാത. അതിൽ 1800 കോടി രൂപ പാലക്കാട് ജില്ലയിൽ നഷ്ടപരിഹാരത്തിന് വേണ്ടി മാത്രം. ഏകദേശം 6000 കോടി രൂപ പാലക്കാട് ജില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ പദ്ധതി വരുന്നതോടുകൂടിയിട്ട് പാലക്കാടിൻ്റെ ഒരു ഘടനയിൽ തന്നെ വലിയ മാറ്റം വരും. ഇപ്പോൾ റെയിൽവേ, റോഡ്, NHൻ്റെ മറ്റു വിവിധ പദ്ധതികൾ, ഇതിൽ നിന്ന് ധാരാളം ഫണ്ട് ലഭ്യമാക്കിയ ഒരു കാലമാണ് ഈ 4 വർഷം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ ഗ്രാമീണ സദക് യോജന PMGSY, മുമ്പ് PMGSY പദ്ധതിയിലൂടെ റോഡാണ് കിട്ടുക. അത് 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ പാലക്കാടിൻ്റെ സ്ഥാനം കേരളത്തിൽ 12ഉം 13ആണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും കുറഞ്ഞ കിലോമീറ്ററും റോഡും ഫണ്ടും കിട്ടിയത് പാലക്കാടാണ്. ഈ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കിലോമീറ്ററും ഫണ്ടും കിട്ടിയ ജില്ലകളിൽ 2ാമത്തെ ജില്ലയാണ് പാലക്കാട്. 114 കോടി രൂപയാണ് 16 റോഡുകൾക്കായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയത്. NHM ദേശീയ ആരോഗ്യ മിഷൻ്റെ ഭാഗമായി ഏകദേശം 63 കോടി രൂപയുടെ സബ് സെൻ്ററുകൾ, PSC, FSC തുടങ്ങിയവരുടെ വികസനത്തിന്, പുതിയ കെട്ടിടത്തിന്, എക്യുപ്മെൻസിനൊക്കെ വേണ്ടി 63 കോടി രൂപയിലധികം ലഭ്യമാക്കിയത് ഈ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ. പിന്നെ MP ഫണ്ട് നിങ്ങൾക്കറിയാം, 2 വർഷമായിട്ട് 2 വർഷം കോവിഡിൻ്റെ പേര് പറഞ്ഞ് MP ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് 1 കോടി, മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിക്ക് 1 കോടി, ഇതൊക്കെ കെട്ടിടത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുണ്ട്. ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ആശുപത്രിക്ക് 1 കോടി, ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിക്ക് 1 കോടി,
നിരവധി ആംബുലൻസ് അട്ടപ്പാടിയിൽ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് ഒരു ICU സെറ്റപ്പുള്ള ആംബുലൻസ് വാങ്ങിയത് പാലക്കാട് MP-യുടെ 35 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്, കോളേജ് വിദ്യാഭ്യാസത്തിന് 12 ബസ്സുകളാണ് നമുക്ക് MP ഫണ്ടിൽ നിന്നും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ 10 ബസ് എല്ലാ സർക്കാർ സ്കൂളുകളിലേക്ക്, 10 ബസ് സ്കൂളിലും, 2 ബസ്, ഒന്ന് പട്ടാമ്പി ഗവൺമെൻറ് കോളേജ്, ഒന്ന് അട്ടപ്പാടി ഗവൺമെൻറ് കോളേജ്. ഇത് MP ഫണ്ടിൽ നിന്നും ഒരുപാട് റോഡുകളുടെ, കുടിവെള്ള പദ്ധതികളുടെ അടിസ്ഥാന സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിമിതമായ ഫണ്ട് അത് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ, കേന്ദ്രത്തിൻ്റെ മറ്റ് പല പദ്ധതികളും, ഉദാഹരണത്തിന് പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട്, അത് പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്കുള്ള ഫണ്ട്, 4 വർഷം കൊണ്ട് ഏകദേശം 3 കോടി രൂപയോളം PMNRF-ൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും. ഒട്ടേറെ ആദിവാസി ഊരുകൾ അട്ടപ്പാടി PM ജന്മൻ എന്ന് പറഞ്ഞൊരു പുതിയ സ്കീം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. പക്ഷേ പാലക്കാട് അട്ടപ്പാടിക്ക് വേണ്ടി അത് പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും ശക്തമായി മന്ത്രിയുടെ മുമ്പാകെ ആവശ്യപ്പെടുകയും ചെയ്ത് ഏകദേശം 18 കോടി രൂപയുടെ ആദിവാസി ഊരുകളിലേക്കുള്ള റോഡ് വികസനം യാഥാർത്ഥ്യമായിരിക്കുക. അതിന് ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചനയിൽ നടക്കുക. അപ്പോൾ 5 ഊരുകളാണ്, മൊത്തം 9 ഊരുകളിലേക്ക് യാതൊരു ഗതാഗത സൗകര്യമില്ല. ഇപ്പോൾ 4 എണ്ണമില്ല. അടുത്ത പദ്ധതി PMGSYൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അട്ടപ്പാടി ഊരുകളുടെ കാര്യത്തിലാണെങ്കിലും പാലക്കാടിൻ്റെ പൊതുവായ വികസന കാര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഒരു ബസ് സ്റ്റാൻഡ്, ഏറ്റവും പഴയ ബസ് സ്റ്റാൻഡാണ്. കേരളത്തിൽ അങ്ങനെ ഒരു മുനിസിപ്പൽ സ്റ്റാൻഡിന് MP ഫണ്ട് അനുവദിച്ചത് ആദ്യമാണ്. 2 കോടി രൂപ അനുവദിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു വീണ് പ്രവർത്തനം നിലച്ചതാണ് 4 വർഷമായിട്ട്. ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പാലക്കാട് നഗരഹൃദയത്തിലാണ്. 2 കോടി രൂപ അനുവദിച്ചു MP ഫണ്ടിൽ നിന്ന്. തികയാത്ത 26 ലക്ഷം കൂടെ അനുവദിച്ച് 2 കോടി 26 ലക്ഷം രൂപ ചെലവഴിച്ച് ആ മുനിസിപ്പൽ ബസ് ടെർമിനൽ പണി പൂർത്തിയായി കഴിഞ്ഞ ആഴ്ച. അപ്പം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, വികസന പദ്ധതികൾ MP ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. താങ്കൾ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും പോലീസിനോട് ഏറ്റുമുട്ടുന്നത് കാണാം. ഈ ഇലക്ഷനിൽ എത്രമാത്രം പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഈ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും? സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഒരു സാമൂഹ്യ നീതി സാധാരണക്കാരെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ സിദ്ധാന്തമല്ല ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടി സിദ്ധാന്തം. പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് ഒരു കൂട്ടുക. 7 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് ചികിത്സാ പദ്ധതികളെല്ലാം താളം തെറ്റിയിരിക്കുക. സർക്കാർ കൊണ്ടുവന്ന് മെഡിസിപ്പ് പദ്ധതി അതിനേക്കാൾ അവതാളത്തിലായിരിക്കുക. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഭീകരമാണ്. സിവിൽ സപ്ലൈസ് പോലും കടക്കണിയിലാണ്. അവിടുത്തെ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാണ്ട് അവർ സത്യാഗ്രഹം ഇരിക്കുക. അരി കൊടുക്കാൻ കഴിയുന്നില്ല. നെല്ല് ഇവിടെ ഉൽപ്പാദിപ്പിച്ച കർഷകൻ, ആ നെല്ല് ഏറ്റെടുത്ത സർക്കാർ ഒരു പൈസ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. 500 കോടി രൂപ ഇവിടെ കുടിശ്ശികയാണ്. 6 മാസം മുമ്പ് ഏറ്റെടുത്ത നെല്ല്, അതിൻ്റെ പണം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്രം നൽകിയിട്ടുള്ള ഫണ്ട് പോലും അവർ വകമാറ്റി. ഒരുപാട് ക്ഷേമനിധികളുണ്ട്, ക്ഷേമനിധി ബോർഡുകളുണ്ട്. ഓരോ ക്ഷേമനിധി ബോർഡ് 600-700 കോടി രൂപ പാവപ്പെട്ടവർ ഓരോ മാസം അടച്ച പൈസ എടുത്ത് സർക്കാർ വകമാറ്റി. എല്ലാ സാമ്പത്തിക സംവിധാനങ്ങളും താളം തെറ്റിയ ഒരവസ്ഥയാണ് കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നത് പിടിച്ചു നിർത്താൻ, മാർക്കറ്റിൽ ഇടപെടാൻ സമീപകാല ചരിത്രത്തിൽ ഗവൺമെൻറ് കഴിയാത്തത് ഇതാദ്യമാണ്. സ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് ഉന്നത വിദ്യാഭ്യാസം തൊട്ട് താളം തെറ്റിയിരിക്കുക. ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കഴിവില്ല. അതിനുവേണ്ടി പിരിവെടുക്കുക, അതിനുവേണ്ടി സ്പോൺസർമാരെ കണ്ടെത്തുക. ഉന്നത വിദ്യാഭ്യാസ രംഗം ഞാൻ വിശദമായി പോകുന്നില്ല. കേരളത്തിലെ 9 സർവകലാശാലകളിൽ താൽക്കാലിക VC-മാരാണ്. ഇങ്ങനൊരു ചരിത്രം കേരളത്തിന്, അപമാനകരമായൊരു ചരിത്രം കേരളത്തിന് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി കേസുകളിൽ, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, എല്ലൊക്കെ, ലാവ്ലിൻ, പ്ലാസ്റ്റ്, മാസപ്പടി, ഇതൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം വളരെ സുരക്ഷിതനായി നിൽക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? കേന്ദ്ര ഏജൻസികളെല്ലാം ഏറ്റവും നല്ല ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് പിണറായി വിജയനായിട്ട്. കാരണം അവരും CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര ചെറുതല്ല. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ, ശ്രീ നന്ദകുമാർ പറഞ്ഞ പോലെ, സുരേന്ദ്രൻ്റെ കുഴൽപ്പണ കേസ് വലിയ വിവാദമായിട്ടുള്ള, എവിടെ പോയി ആ കേസ്? SNC ലാവലിൻ എത്രാമത്തെ തവണയാണ്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും തവണ മാറ്റിവെച്ചൊരു കേസുണ്ടോ? ഇതുപോലെ കോടിക്കണക്കിന് ഇവിടെ അഴിമതി നടത്തിയൊരു കേസ് വ്യക്തമായ തെളിവുള്ളത്
വിചാരണയ്ക്ക് പോലും വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലതും ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഇത് ക്രൈമാണ് പുറത്തുകൊണ്ടുവന്ന് അറിയാം. ഒരുപാട് കേസുകൾ ക്രൈം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്, അഴിമതി കഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചത്. അതെ, ഓഫീസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളിപ്പം മന്ത്രിയാണല്ലോ. മന്ത്രി മാത്രമല്ല, മരുമകനാണല്ലോ. അപ്പോൾ എല്ലാ അഴിമതി കേസും മൂടി വെക്കാൻ CPM സഹായിക്കുന്നത് BJP ആണ്. അതായത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷവും എന്നോ BJP ആയിട്ട് സന്ധി ചെയ്തിട്ടുണ്ട്. ഈ രഹസ്യ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു വരാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ ഉന്നയിച്ച 40ഓളം സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുത്തത് BJP ആണ്. 67 സീറ്റുകളിൽ വോട്ട് ചെയ്തു RSS വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് മുക്ത ഭാരതം രണ്ടുപേരുടെ അജണ്ടയാണ്. കേന്ദ്രത്തിൽ BJP പറയുന്നു, കേരളത്തിൽ CPM പറയുന്നു. ഇവർ സത്യത്തിൽ പറഞ്ഞാൽ ഇവർ തമ്മിൽ അളിയൻ ബന്ധം. അതായത് കേരളത്തിൽ 6 സീറ്റുകളിൽ ഇത്തവണ വിജയിപ്പിക്കണം, BJP വിജയിപ്പിക്കണം എന്നുള്ള ധാരണയാണ് എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിലൊന്ന് പാലക്കാടാണ്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് പിണറായി വിജയൻ നിർബന്ധമായിട്ടും തൻ്റെ കേസുകൾ അട്ടിമറിക്കുന്നതിന് ഭാഗമായിട്ട് അല്ലെങ്കിൽ മകളെ സംരക്ഷിക്കുന്നതിന് ഭാഗമായി BJP വിജയിപ്പിക്കണം. എന്തായിരിക്കും ഇവിടുത്തെ റിസൾട്ട്? അങ്ങനെ BJP അല്ലെങ്കിൽ പിണറായി വിജയനും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പഴയ കഥയിലെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് അത് അവശേഷിക്കും. പാലക്കാട്ടെ ജനങ്ങൾ വിഡ്ഢികളല്ല. ഒരുപാട് രാഷ്ട്രീയ തീച്ചുളയിൽ കിടന്ന് വളർന്നവരാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം സഖാവ് EK നായനാർ, സഖാവ് AK ബാലൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വൻമരങ്ങൾ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മണ്ഡല പാലക്കാട്. അച്യുതാനന്ദൻ പാർലമെൻറ്റിലില്ല. ഇവർ രണ്ടുപേരും പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇവിടെ മത്സരിച്ച് ജയിച്ചവരാണ്. ആ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് എനിക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴുന്നിടത്തോളം ഈ RSSും അതുപോലെ CPM തമ്മിലുള്ള ഈ അവിഹിതമായ കച്ചവടം അതെല്ലാം സാധാരണക്കാരറിഞ്ഞാൽ രണ്ട് പാർട്ടിയും കൈവിട്ട് കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് അവർ BJPക്ക് വോട്ട് ചെയ്യാന്നുള്ള CPMന്റെ നിലപാട് വിജയിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് 100%. കാരണം CPMന്റെ പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ BJP അംഗീകരിക്കുന്നവരല്ല. BJPയുടെ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ശത്രുക്കളായി കാണുന്നതും താഴെത്തട്ടിൽ ഈ പാവപ്പെട്ട ഈ പ്രവർത്തകർ BJPയാണ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഇവർ തമ്മിൽ കൊലയും വെട്ടും തടവും ഒക്കെ നടക്കുന്ന സാഹചര്യം പാലക്കാട് മുമ്പുണ്ടായിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റാണ്. താങ്കളെ കുറിച്ചുള്ള ഒരു വലിയ ആരോപണം പിന്നീട് തന്നെ വന്ദേ ഭാരത് ട്രെയിനിൽ പോസ്റ്റർ ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഉണ്ടായി. താങ്കൾക്കെതിരെ നടത്തുന്ന ഇപ്പോൾ BJP നടത്തുന്ന വലിയൊരു പ്രചരണവും അതാണ്. വലിയൊരു ആരോപണം എന്നൊന്നും പറയാൻ കഴിയില്ല. ആരോപണമല്ല, അത് ഒരു സത്യമാണ്. എന്താ അറിയോ, അവിടെ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിക്കില്ലെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചു, റെയിൽവേ ബോർഡ്. സ്വാഭാവികമായിട്ടും ഷൊർണൂരിലൂടെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരൊറ്റ സ്റ്റേഷൻ നടന്നു. അവിടെ നിർത്തില്ലെന്ന് പറയാൻ യാതൊരു സാങ്കേതികമായ ന്യായവുമില്ല. അതുകൊണ്ട് ശക്തമായിട്ട് ഞാൻ അതിനെ എതിർത്തു. മന്ത്രിതലത്തിൽ, ബോർഡ് തലത്തിൽ തിരുവനന്തപുരത്ത് ആ ട്രെയിനിന് മോദി ചുവന്ന പച്ച പതാക ഉയർത്തി അതിന് ഫ്ലാഗ് ഓഫ് ചെയ്യുമെങ്കിൽ, ആ സ്റ്റോപ്പ് ഷൊർണൂർ അനുവദിച്ചില്ലെങ്കിൽ അവിടെ ഞാൻ ചുവപ്പ് കൂടി ഉയർത്തുമെന്ന് പറഞ്ഞ് ശരിയാണ്. പ്രതിഷേധിക്കുന്ന പറഞ്ഞത്. അപ്പോഴേക്കും ചാനലൊക്കെ ട്രെയിൻ തടയുമെന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തു. ഒരു പക്ഷേ വലിയ വികാരത്തിൽ തടയും ചെയ്യരുത്. അപ്പോൾ ഈ ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കേണ്ട സാഹചര്യത്തിലേക്ക് റെയിൽവേ എത്തി. ട്രെയിൻ ആരംഭിക്കുന്നതിന് തലേദിവസം സ്റ്റോപ്പ് അനുവദിച്ചു. അപ്പോൾ അതിൽ ആഹ്ലാദം കൊണ്ട് വന്ന് പ്രവർത്തകർ ആയിരക്കണക്കിന് വരും. ഒരു പക്ഷേ ഞാൻ പോലും കണക്കാക്കി ഇത്രയും പേര് വരും. അവരുടെ കയ്യിലൊക്കെ പ്ലക്കാർഡുണ്ടായിരുന്നു, എനിക്ക് അഭിവാദ്യം അർപ്പിച്ചിരുന്നു. ഇതെല്ലാം കണ്ട് BJPക്കാർ ആകെ അമ്പരന്നു. BJPക്കാർ കുറേ കൊടിയും മടിയൊക്കെ ആയി വന്ന് മോദിയുടെ ഫോട്ടോ ഒക്കെ വന്ന് സ്വീകരിക്കാൻ വന്നതാണ്. അവർക്ക് ഓടി ഒളിക്കേണ്ടി വന്നു കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകരെ കൂടി വന്നപ്പോൾ. സത്യത്തിൽ ആ സമയത്ത് മഴ പെയ്തു. ഇവർ വന്ന് ഈ ഫോട്ടോ, അതായത് വന്ദേ ഭാരത് പുതുതായിട്ട് വരികയാണല്ലോ, ആ ട്രെയിനിൻ്റെ ഫോട്ടോ സെൽഫി എടുക്കാൻ വേണ്ടി ഇവർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെൽഫി എടുത്താണ് സംഭവം. അതിന് ട്രെയിൻ മുഴുവൻ അലങ്കോലമാക്കി, അത് മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോഷോപ്പിൽ 2-3 ഫോട്ടോ വെച്ച് ഇവർ പടം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കോപ്പി എടുത്ത് അത് ഫോട്ടോഷോപ്പിലാക്കി എല്ലാ ട്രെയിനിൻ്റെ ബോഗിയിലും പതിച്ച പോലെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. പക്ഷേ ആ ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു പോകുമ്പോൾ
എടുത്തൊരു വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പങ്കുവച്ചു. നോക്കുമ്പോൾ അതിൽ ട്രെയിൻ പോകുമ്പോൾ അതിനകത്ത് ഒരു പോസ്റ്ററും ഇല്ല, ഒന്നും ഒട്ടിച്ചിട്ടില്ല. കാരണം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ മഴ പെയ്യുന്ന സമയമാണ്. ഇപ്പോൾ വെച്ചപ്പോൾ അവിടെ ഇരുന്നു, സ്വാഭാവികമായിട്ട് എടുത്തു. അതിൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് എടുത്തു 2 പേർക്കെതിരെ. അവിടെ BJP ഭരിക്കുന്ന കേന്ദ്രത്തിൻ്റെ RPF-ഉം കേരളം ഭരിക്കുന്ന പിണറായിയുടെ പോലീസും ഉണ്ട്, എല്ലാ സെക്യൂരിറ്റി ഉണ്ട്. അവർ ഉള്ളപ്പോൾ സമ്മതിക്കുമോ? അപ്പോൾ അവരത് പരിശോധിച്ചു, അതൊന്നും കാര്യമില്ലെന്ന് കണ്ടെത്തി 2 പ്രവർത്തകർക്കെതിരെ ഓരോ പെറ്റി കേസ് എടുത്ത് 150 രൂപ ഫൈൻ അടച്ചു. ഈ കേസാണോ വളരെ ഗുരുതരമായ ആരോപണം? ഗോദ്രയിൽ ട്രെയിൻ യാത്രക്കാരെ ഇട്ട് ചാമ്പലാക്കി കത്തിച്ചു കൊന്ന BJPയുടെ നിലപാടാണോ ഗുരുതരം എന്ന് സാധാരണ ജനങ്ങൾ വിലയിരുത്തും. അതേപോലോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ട, ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ്? പല സാഹചര്യത്തിലുണ്ടായിട്ടുണ്ട്. അതായത് പോലീസ് എന്ന് പറയുന്നത് ക്രമസമാധാന പാലനത്തിനുള്ള നിയമ സംവിധാനമാണ്. ഈ പോലീസിനെ ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാവർക്കും സംരക്ഷണം നൽകാനാണ്. കയ്യേറ്റം ചെയ്യാൻ എന്താ പോലീസിന് അധികാരം? പോലീസിന് കുറ്റകൃത്യം കണ്ടുപിടിക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കുക. അല്ലാതെ പൊതു സ്ഥലത്ത് വെച്ച് പൊതുപ്രവർത്തകരെ, സാധാരണ സമരം ചെയ്യുന്ന ആളുകളെയൊക്കെ കയ്യേറ്റം ചെയ്യാൻ, അടിക്കാനും ആക്രമിക്കാനും പോലീസിന് എന്താ അധികാരം? അപ്പോൾ പോലീസിൻ്റെ ജോലി എടുത്തില്ലെങ്കിൽ എന്ത് വേണം? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി എടുക്കേണ്ടി വരും. നിങ്ങളെപ്പോൾ ഒരാൾ പ്രകോപനമൊന്നുമില്ല വെറുതെ പോയി തല്ലുവെച്ചാൽ നിങ്ങൾ നോക്കിയിരിക്കാൻ പറ്റുമോ? അടിപിടി കൂടിയ കേസുണ്ടാവുന്ന കരുതി തല്ലായിരിക്കുമോ? സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ടി വരും. പോലീസിൻ്റെ ജോലി എടുക്കുക. അത് കാക്കി കുപ്പായിട്ടിട്ട് എടുക്കുന്ന ജോലി ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ചുവപ്പ് കുപ്പായിട്ടിട്ടുള്ള പോലീസിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നിയമവിരുദ്ധമായി പോലീസല്ല ഏത് നിലപാട് സ്വീകരിച്ചാലും അതിനെ അതേ നാണയം കൊണ്ട് തിരിച്ചടിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഈ ഇലക്ഷനിൽ താങ്കൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എന്താണ്? കേരളത്തിലെ CPM ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ഭരണമാണോ, അതല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണോ, എന്താണ് ഏറ്റവും ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്ന ഘടകം? 23 വർഷം കാണാത്ത MP-യെ കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കാട്ടെ സാധാരണക്കാർ കണ്ടു. ഞാനുമായിട്ട് ആയിരക്കണക്കിന് പേർക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഒരു പാർട്ടി നേതാവിൻ്റെ കത്തില്ലാതെ നേരിട്ട് എന്നെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള റിസൾട്ട്. ഈ എല്ലാ പ്രദേശത്തും സാധാരണക്കാരുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഞാൻ എത്തിയെന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി അനുകൂല ഘടകമായിട്ട് ഞാൻ പറയുക. അത് ഒരു MP എന്നുള്ള നിലയിൽ, ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ എനിക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയും. കോവിഡ് കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്വാറന്റൈൻ സർക്കാർ തന്ന എനിക്കാണ്. ഞാൻ പോയിട്ട് കോവിഡ് രോഗിയെ കെട്ടിപ്പിടിച്ചിട്ടല്ല. എവിടെ ചെന്നാലും അവിടെ ഒരു കോവിഡ് രോഗി ഉണ്ടാവും. ഞാൻ വീട്ടിൽ അടങ്ങിയിരുന്നിട്ടില്ല. അപ്പോൾ പോകുന്നിടത്ത് മുഴുവൻ എനിക്ക് അപ്പോഴേക്കും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ഒരു കോവിഡ് രോഗി ഉണ്ടായിരുന്നു, നിങ്ങൾ ക്വാറന്റൈനിൽ പോകണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കണക്കാക്കി തന്നെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ജനകീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് നീതി കിട്ടാൻ വേണ്ടി ഏറ്റവും കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ദ്രോഹിക്കാത്ത ജനങ്ങൾ കേരളത്തിലുണ്ടോ? എൻ്റെ പാലക്കാടുണ്ടോ? അന്ന് 415 രൂപ ഒരു സിലിണ്ടറിന് കിട്ടിയിരുന്നത് ഇപ്പോൾ 1030 രൂപയാണ്. എത്ര 10 മടങ്ങായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. പെട്രോൾ 50 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ മോദി ഇവിടെ പ്രസംഗിച്ചു പാലക്കാട് വന്നിട്ട്. 50 രൂപയ്ക്ക് പെട്രോൾ. ഇപ്പോൾ എത്രയാണ്? 106 രൂപ കൊടുക്കണം 1 ലിറ്റർ പെട്രോൾ, അല്ലേ? അപ്പോൾ എല്ലാ വിലക്കയറ്റവും പ്രയാസവും സഹിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരാണ്. കൃഷിക്കാർ അവർ കൊടുത്ത നെല്ലിൻ്റെ വില കിട്ടാതെ പരിതപിക്കുന്നവരാണ്. അവർ ഉൽപ്പാദിപ്പിച്ച നെല്ല് സർക്കാർ ഏറ്റെടുത്ത് വിദേശത്ത് കയറ്റി വെച്ച് കോർപ്പറേറ്റ് മുതലാളിമാർ കാശ് പെട്ടിയിലാക്കി. ഇപ്പോഴും ഉൽപ്പാദിപ്പിച്ച കർഷകന് പൈസ കൊടുത്തിട്ടില്ല. കേന്ദ്രവും കേരളവും ഒരുപോലെ കുറ്റക്കാരാണ്. പിന്നെ ഇവിടുത്തെ ക്രമസമാധാന തകർച്ച, സാമ്പത്തികമായ അരാജകത്വം, പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കില്ല. മുഖ്യമന്ത്രി മകളും മരുമകനും എല്ലാം കാണിക്കുന്ന അഴിമതി, ധൂർത്ത്, ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ ചർച്ചയാണ്. പഴയ കാലമല്ല, അതൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ, നിങ്ങളെപ്പോലുള്ള മീഡിയകളൊക്കെ അത് പുറത്തു കൊണ്ടുവരിക. സ്വാഭാവികമായിട്ടും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേരളത്തിൽ CPM. പിണറായിയുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരു ഭരണം നടക്കുന്നതെന്ന് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ തുടങ്ങിയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രവും സംസ്ഥാനവും ഇത്രയേറെ ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോയ കാലമില്ല. അതിൻ്റെ എല്ലാ ആനുകൂല്യവും UDF ഇത്തവണ ഈ പാലക്കാട് മാത്രമല്ല കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ലഭിക്കും.
അതായത് താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം 11,000 ചിലാൻ വോട്ടിനാണ് ജയിച്ചത്. ഇത്തവണ എത്ര വോട്ടിന് ജയിക്കും? എൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടും. അത് തീരുമാനിക്കുന്നത് ആത്യന്തികമായ ജനങ്ങളായിരിക്കും. കേരളത്തിൽ എത്ര സീറ്റ് UDF നേടും? കേരളത്തിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആ 20 സീറ്റല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ 20-ൽ 20 കിട്ടും. കഴിഞ്ഞ തവണ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് ആലപ്പുഴ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞു കേട്ടനുസരിച്ച് KC വേണുഗോപാലായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക. ആ മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുക്കും. തീർച്ചയായിട്ടും 20-ൽ 20 ജയിക്കും. താങ്കളുടെ ഏറ്റവും വലിയ മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് അസംബ്ലി അവിടെയുള്ള MLA ആണ് വടകരയിൽ മത്സരിക്കാൻ പോകണമെന്ന് പറയുന്നത്. അത് എത്രമാത്രം താങ്കളുടെ ഇലക്ഷനെ ബാധിക്കും? അങ്ങനെ ഇലക്ഷനെ ബാധിക്കുന്ന ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ലല്ലോ. MLA വടകരയിൽ പരിഗണിച്ചാൽ അദ്ദേഹം അവിടെ മത്സരിക്കും, ജയിക്കുകയും ചെയ്യും. ഇവിടെ UDF സംവിധാനം വളരെ ശക്തമാണ്. MLAയുടെയൊക്കെ പ്രവർത്തനവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ടാവും. ഈ സമരാജ്ഞി എത്രമാത്രം ഈ ഇലക്ഷനിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്? കേരളത്തിലെ സർക്കാരിൻ്റെയും കേന്ദ്രത്തിലെ സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥത, അഴിമതി, ധൂർത്ത് ഒരു പരിധിവരെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സമരാജ്ഞിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ലോക്സഭ ഇലക്ഷനിൽ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും സാധ്യതയുണ്ടോ? ഏതെങ്കിലും സാധ്യതയല്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ 100% വരും. അതിൻ്റെ കാരണം പലരും നെറ്റി ചൊളിച്ചേക്കാം. BJP കഴിഞ്ഞ തവണ 303 സീറ്റാണ്. നന്ദകുമാർജിയും പരിശോധിക്കുക. ആ 303 സീറ്റ് BJP കിട്ടിയപ്പോൾ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ്സിന് കിട്ടിയത് ആകെ 15 സീറ്റാണ്. മോദി പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് 370 കിട്ടും, 400 കിട്ടും. എവിടെന്നാ 370 400 കിട്ടുക? ഒന്നുകിൽ പരിഭ്രാന്തി കൊണ്ട് പറയുന്നത്, അതല്ലെങ്കിൽ EVM മാനേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ. കാരണം കോൺഗ്രസ്സിന് 15 സീറ്റാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്, ജയിച്ചത്. ആ 15 സീറ്റിന് BJP ജയിച്ചാൽ 303, 15, 318 കണക്കങ്ങനെയല്ലേ. ഈ സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ് BJPക്ക് ഒരു സീറ്റ് കൂടുക? നിലവിൽ കർണാടകയിലുള്ള സീറ്റ് പകുതി താഴെ പോവില്ലേ? ഒരു സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് കോൺഗ്രസ്സിന്, ബാക്കി എല്ലാം BJPയാണ്. ഇത്തവണ പകുതി സീറ്റ് BJP കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എവിടെയും കിട്ടാനില്ല, കുറയുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടാനുള്ളത് ഇനി കോൺഗ്രസിനെ എല്ലാം തോൽപ്പിച്ചു വെച്ചാൽ EVM ഉപയോഗിച്ച് തോൽപ്പിച്ചാലും 15 കിട്ടും. എങ്ങനെയാവും? അപ്പോൾ ഈ കണക്കും അദ്ദേഹത്തിൻ്റെ ആവേശപ്രകടനമൊന്നും കണ്ട് നിങ്ങൾ കണക്കാക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ 6 പാർട്ടികളാണ് UPA. ഇത്തവണ 28 പാർട്ടികളിൽ 18 പാർട്ടിയും പ്രബല പാർട്ടികളാണ്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ കൂടെ സഖ്യത്തിലില്ലാത്തതാണ് SP. സഖ്യത്തിൽ വരാൻ പോകുന്നതാണ് BSP. കഴിഞ്ഞ തവണ സഖ്യത്തിൽ RJD ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങൾ ആലോചിക്കണം, ആം ആദ്മി പാർട്ടി ഞങ്ങളുടെ കൂടെ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പാർട്ടികൾ വരികയാണ്. 25-30 സീറ്റുള്ളവരാണ്. ഞാൻ പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP 200 തയ്ക്കില്ല. 200 എന്നുള്ള നമ്പർ BJPക്ക് തയ്ക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ സീറ്റ് 2 ഇരട്ടിയാവും. കോൺഗ്രസും സഖ്യകക്ഷികളും കൂടി ചേർന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഒരു സംശയം എനിക്കില്ല കാര്യത്തിൽ. താങ്കൾ ഇവിടെ വിജയരാഘവൻ എന്ന് പറയുന്ന CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് എതിരായിട്ട് പ്രധാനമായി കാണുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസിനെ പറ്റി വളരെ മോശമായി സംസാരിച്ച ഒരാളാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിർത്തി ഇതിൻ്റെ CPM തീരുമാനിക്കണമല്ലേ. CPM ജനങ്ങളെ വെല്ലുവിളിക്കുന്നവരെയാണ് പ്രോത്സാഹിപ്പിക്കുക. സമൂഹത്തിൽ ഏതെങ്കിലും സംഭാവന ചെയ്ത ആൾക്കാരെ പരിഗണിക്കുന്ന പാർട്ടിയല്ല CPM. അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളാണ് ഇതെല്ലാം വിലയിരുത്തുന്നത്. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തും. ജനങ്ങളെ അടിമകളെ പോലെ കാണുകയാണ് CPM. അപ്പോൾ എന്തും ചെയ്യാം, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾ എന്തും പറയും ചെയ്യും, അതിൻ്റെ ഒരു ഭാഗമാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി. അപ്പം അതെല്ലാം ആ വെല്ലുവിളി ജനങ്ങൾ ഏറ്റെടുത്തോളും. അവരതിനൊക്കെ മറുപടി പറയും. ഈ എല്ലാ കാലത്തും കോൺഗ്രസ്സിന് വലിയ ഭിന്നതയുള്ളൊരു സ്ഥലമാണ് പാലക്കാട്. ഇപ്രാവശ്യം ഗോപിനാഥ് വളരെയധികം വിട്ടു നിൽക്കുന്ന നവകേരള യാത്രയോടൊപ്പം പങ്കുചേർന്നിട്ടുള്ള ഒരാളാണ്. അത് എത്രമാത്രം കോൺഗ്രസിനെ? എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പാലക്കാട് മാത്രമല്ല, താരതമ്യേന കുറഞ്ഞ സ്ഥലമാണ് അഭിപ്രായ വ്യത്യാസങ്ങളും ഗ്രൂപ്പും താരതമ്യേന കുറഞ്ഞ സ്ഥലമാണ് പാലക്കാട്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു ഗ്രൂപ്പും ഇല്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കേരളത്തിലില്ല, പാലക്കാടില്ല. അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാലോ.
പിന്നെ A.V. ഗോപിനാഥ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഒരു കൊല്ലം കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് ഒരു കൊല്ലം മുമ്പ് പോയ ആൾ പിണറായി വിജയനെ കാണാനോ നരേന്ദ്രമോദിയെ കാണാനോ പോയാൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അങ്ങനെ ഒരു പോറലും പാർട്ടിക്ക് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിലുണ്ടായിട്ടില്ല. കൂടുതൽ ശക്തിയോടുകൂടി കഴിഞ്ഞ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഭൂരിപക്ഷം 4 ഇരട്ടിയിട്ട് കൂടിയല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ കോൺഗ്രസിനെ കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക, CPM-നെ പുറന്തള്ളിക്കൊണ്ടിരിക്കുക. പാലക്കാട് അതിൽ കേരളത്തിൽ നമ്പർ 1 ആണ്. താങ്കൾ പ്രേക്ഷകരോട് പറയാനുള്ള എന്താണ്? അതായത് താങ്കൾ ഇലക്ഷനെ നേരിടുകയാണ്. ഈ സന്ദർഭത്തിൽ താങ്കളുടെ സമ്മതിദായകരോട് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയത്തിനെതിരായി ഒരു പ്രതികരണത്തിനുള്ള സമയമാണ് ലോക്സഭാ ഇലക്ഷൻ. ഇന്ത്യ നിലനിൽക്കണോ വേണ്ടേ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിലെ ഭരണഘടന നിലനിൽക്കുന്നോ? രാജ്യത്തിൻ്റെ ഐക്യം വേണോ? അതുപോലെ തന്നെയാണ് മതേതരത്വം നിലനിർത്തണോ എന്നുള്ള പരമപ്രധാനമായ ചോദ്യത്തിന് ആദ്യത്തെ ആൻസർ, അതിന് നിങ്ങൾ കോൺഗ്രസ്സിന് UDF-ന് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ ഇത്രയേറെ ശക്തമായ ജനവിരുദ്ധമായ നിലപാടുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലില്ലാത്ത നേതാക്കന്മാരുടെ അഴിമതി, കുടുംബാധിപത്യം, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിങ്ങളോടൊപ്പം, ജനങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പരമാവധി പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനത്തിനുള്ള ഒരു പിന്തുണ കൂടിയായിരിക്കും അടുത്ത UDF സ്ഥാനാർത്ഥിയെ നിങ്ങൾ സ്വീകരിക്കേണ്ടതും വോട്ട് ചെയ്യേണ്ടതും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണവും UDF-ന് അനുകൂലമായിട്ടുണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പാലക്കാടിൻ്റെ CPM-ൻ്റെ കോട്ട പൊട്ടിച്ചെറിഞ്ഞ വ്യക്തിത്വമാണ് ശ്രീ ശ്രീകണ്ഠൻ. അദ്ദേഹം ഇപ്പോഴും വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇലക്ഷൻ നേരിടുന്നത്. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരിടുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.